ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ഭാഗത്തിൽ എല്ലാ മഹത്വവും അർപ്പിക്കുകയും ചെയ്യുന്നു. ഇവാങ്കലിയോൻ മിനിസ്ട്രീസ് നടത്തിവരുന്ന മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 58ാമത് എപ്പിസോഡിലേക്ക് വന്നു ചേരുവാൻ തക്കോണം വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 57 എപ്പിസോഡും വളരെ അനുഗ്രഹപ്രദമായി തുടരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. ഇതും പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ ഞങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. സുവിശേഷൻ സന്തോഷ് മാത്യു കൊട്ടാരക്കര, സഹോദരി അക്സ സന്തോഷ് കൊട്ടാരക്കര എന്നീ പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത്. അവർ പിതാവും മകളുമാണ്. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് ഗാനങ്ങൾ ആലപിക്കുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ഇന്ന് പ്രിയപ്പെട്ടത് കേൾക്കുവാനിടയായിത്തീരും. കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ നയിക്കേണ്ടതിനായിട്ടും ഗാനങ്ങൾക്ക് നരേഷൻ പറയുവാനും ലഘു സന്ദേശം അറിയിക്കുവാനുമായി ഇവിടെ എത്തിയിട്ടുള്ളത് സുവിശേഷൻ സിജി വർഗീസ് കൊട്ടാരക്കര അവറുകളാണ്. താനും ഇതിനു മുമ്പ് ഇവിടെ വരികയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ ലഭിച്ചതിൽ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ, പ്രശസ്ത ഗായകനും അപ്പോൾ തന്നെ കീബോർഡിസ്റ്റുമായിരിക്കുന്ന സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. ഇവിടെ മുമ്പ് പല പ്രാവശ്യം കടന്നു വന്നതെയും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ലഭ്യത വളരെ സന്തോഷപ്രദമായ കാര്യമാണ് എന്ന് ഓർക്കുന്നു. പ്രിയ സഹോദരനെ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലെയും പോലെ തന്നെ സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയ സഹോദരനെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ സിജി വർഗീസ് അവറുകൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം നിയന്ത്രിക്കുന്നതായിരിക്കും. കർത്തൃദാസനെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവാങ്കലിയോൻ മിനിസ്ട്രീസ് കൊട്ടാരക്കര ഒരുക്കുന്ന ലൈവ് മ്യൂസിക് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നാളുകളായി തന്നെ തുടർന്നു വരുന്ന ഈ ശുശ്രൂഷ ഇന്ന് മാറ്റമില്ലാതെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നാളുകൾ വ്യാധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും നാളുകളാണ്. അതിൻ്റെ മധ്യത്തിൽ പ്രിയപ്പെട്ടവർക്ക് ഇപ്രകാരത്തിൽ ഒരു പ്രോഗ്രാം നടത്തുവാനും എല്ലാ ആഴ്ചയിലും സന്ദേശം എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കുന്നല്ലോ. അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഇപ്പോൾ പാട്ടുകൾ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഏവർക്കും കടന്നു വരുവാൻ വളരെ പ്രാർത്ഥനയോടെ തന്നെ കർത്താവെ ഈ ക്രമീകരിച്ചിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ അങ്ങ് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം. വിവിധ സ്ഥാനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമുള്ള ഭുജം കൊണ്ട്
അങ്ങ് കർത്താവെ നടത്തണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, പാട്ട് ആയാലും അതുപോലെ തന്നെ ദൈവ സന്ദേശമായാലും കർത്താവെ അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു ആയതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിപ്പാൻ പ്രിയദാസൻ ഈട്ടിക്കലച്ചാനെയും കർത്താവ് ബലപ്പെടുത്തുന്നല്ലോ, അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയദാസൻ ചെയ്തു വരുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ കൃപയും സാന്നിധ്യവും നൽകി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം കർത്താവെ ഇന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയദാസൻ സന്തോഷ സഹോദരനായിട്ട് സ്തോത്രം. പ്രിയ കർത്തൃദാസനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ പ്രിയ മകൾക്കും പ്രിയപ്പെട്ടവനോടൊപ്പം കടന്നു വന്ന് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങിടയാക്കി തീർക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പാട്ടുകൾ പാടുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങ് ബലപ്പെടുത്തണം കർത്താവെ. അത് കേൾവിക്കാർക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. അതുപോലെ തന്നെ കർത്താവെ അവർക്ക് അനേക ശുശ്രൂഷകൾ അങ്ങ് നൽകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്ന് നൽകുവാൻ ശക്തനായ ദൈവം ഞങ്ങളോടൊപ്പമുള്ളതിനായിട്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. വിശേഷാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം കർത്താവെ. അതുപോലെ തന്നെ ലൈവ് നടത്തുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവ് ധാരാളമായി സഹായിക്കണം. ഇന്ന് തന്ന എല്ലാ അനുകൂലമായ കാലാവസ്ഥയ്ക്കായിട്ടും സ്തോത്രം. ലൈവിൽ കർത്താവ് യാതൊരു പ്രയാസവും കൂടാതെ നിറവേറ്റപ്പെടുവാൻ അങ്ങ് സഹായിക്കേണ്ടതിനെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഏതും അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്താട്ടെ. അന്ന നന്മകൾക്കായിട്ട് സ്തോത്രം, അനുഗ്രഹങ്ങളായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അർപ്പിക്കുമ്പോൾ ദയവുണ്ടായി സ്വീകരിക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഒരു ഗാനം പ്രിയ സഹോദരൻ സന്തോഷ് നമുക്കായിട്ട് ആലപിക്കുന്നു. ദേവ വന്ദനം വന്ദനം. അതിൽ തുടർന്ന് പാടുകയാണ്, ആദി കാരണം ന്യായവനെ. അതായത് കർത്താവാണ് സകലത്തിനും കാരണഭൂതനായിട്ടുള്ളവൻ. അവൻ മുഖാന്തരം ഉളവായി, അവനായിട്ട് ഉളവായി. ക്രൂശിൽ മരിച്ച രക്ഷകൻ, നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ കർത്താവായി വാഴുന്നവനാണ്. അതാണ് ഈ പാട്ടിൻ്റെ ആശയം. ഈ ആശയം വരുന്ന ഗാനം പ്രിയ സഹോദരൻ സന്തോഷ് നമുക്കായി ആലപിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവമായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവവന്ദനം വന്ദനമേ, ക്രിസ്തുനാഥ വന്ദനമേ. ദൈവവന്ദനം വന്ദനമേ, ക്രിസ്തുനാഥ വന്ദനമേ. യേശു രാജാധിരാജാവേ, കർത്താദി കർത്താവേ വന്ദനം വന്ദനമേ. ദൈവവന്ദനം വന്ദനമേ.
തീർത്തിറങ്ങി പാപലോകത്തിൽ വന്നവനെ മർത്യപാപവും ശാപവും എല്ലാം ചുമന്നോടി ചുന്നതനാത്മജനേ ദേവ വന്ദനം വന്ദനമേ. ക്രൂശിൽ മരിച്ച രക്ഷകനെ മൂന്നാം നാളിൽ ഉയർത്തവനെ ക്രൂശിൽ മരിച്ച രക്ഷകനെ മൂന്നാം നാളിൽ ഉയർത്തവനെ ഇന്നു വിണ്ണിലും മണ്ണിലും കർത്താതി കർത്താവായി വാഴുമത്യുന്നതനേ ദേവാവന്ദനം വന്ദനമേ. ക്രിസ്തുനാഥ വന്ദനമേ. യേശു രാജാധിരാജാവേ കർത്താതി കർത്താവേ വന്ദനം വന്ദനമേ. ദേവാവന്ദനം വന്ദനമേ. ദൈവത്തെ വന്ദിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന അതിമനോഹരമായ ഒരു ഗാനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് മറ്റൊരു ഗാനം കേൾക്കാവുന്നതാണ്. കർത്തൃദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ സഹോദരൻ നമുക്കായി ആലപിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ് പ്രിയദാസൻ ആലപിക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിൻ്റെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്തവനാണ്. പച്ചവെള്ളം വീഞ്ഞായപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി, അതിൻ്റെ കളറ് മാറി, അതിൻ്റെ ഗുണം മാറി, അതിൻ്റെ ടേസ്റ്റ് മാറി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കിനാൽ സകലത്തെയും മാറ്റുവാൻ കഴിയുന്ന കർത്താവ്. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും. കർത്താവായ യേശു ക്രിസ്തുവിനെ ആര് ഉള്ളത്തിൽ സ്വീകരിക്കുന്നുവോ അവരുടെയൊക്കെ സ്വഭാവം മാറും, ഗുണം മാറും, അവരുടെയൊക്കെ കളറ് മാറും. നാളിതുവരെയും പ്രവർത്തിച്ചു വന്ന പ്രവൃത്തികൾ പ്രവർത്തിക്കുകയില്ല. നാളിതുവരെയും ചെയ്തു വന്ന ചെയ്തികൾ ചെയ്യുകയില്ല. നാളിതുവരെയും കണ്ടുവന്ന കാര്യങ്ങൾ കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. അതേ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ആരുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്നവനാണ്. അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഈ ഗാനം കേൾക്കുന്ന ആരെങ്കിലും നാളിതുവരെ ഈ നല്ല കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഈ നല്ല കർത്താവിനെ, മരിച്ച് അക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ ഈ ഗാന കേൾവി മുഖാന്തരം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയദാസൻ നമുക്കായി യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു. ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ.
ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. പൺവിനകൾ തന്നടുവിൽ സഹായമേകി, എൻ്റെ പാപ ശാപമെല്ലാം തന്മേലേറ്റി, ക്രൂശിൽ തൻ ചോരയൻ പേർക്കായൂറ്റി, ക്രൂശിൽ തൻ ചോരയൻ പേർക്കായൂറ്റി എന്തു മാറ്റം വന്നു എന്നിൽ. യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. പൊന്നീണം തന്നൻ വിലയായി വീണ്ടുകൊള്ളുവാൻ എന്നുമെന്നും ഞാനവൻ്റേതൊന്നു മാത്രം. ദേഹമൻ ദേഹിയൻ ആത്മാവും, ദേഹമൻ ദേഹിയൻ ആത്മാവും എന്തു മാറ്റം വന്നു എന്നിൽ. യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. രാത്രികാലം തീർന്നിടാറായി പ്രഭാതമെത്തി, പ്രഭാതതാരം യേശുവാനിൽ വന്നിടാറായി എന്നുമെൻ ഗാനമേതൊന്നു മാത്രം, എന്നുമെൻ ഗാനമേതൊന്നു മാത്രം എന്തു മാറ്റം വന്നു എന്നിൽ. യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ.
തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, എന്തു മോദം വന്നു എന്നിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ, എന്തു മാറ്റം വന്നു എന്നിൽ. മാറ്റം വന്ന ജീവിതത്തിന് ഉടമയായി തീർന്നുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ തന്നെ. അതുതന്നെയാണ് പാട്ടുകാരന് പറയുവാനായിട്ടുള്ളത്. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ, തുണയരുളും എൻ്റെ സഹായം എൻ്റെ കർത്താവ് മാത്രം. എനിക്ക് തുണയരുളുന്നവൻ, എന്നോട് ദയ കാണിക്കുന്നവൻ എൻ്റെ കർത്താവ് മാത്രം. എൻ്റെ വിനകൾ ഏത് പ്രയാസങ്ങളിലും ക്ലേശങ്ങളിലും എന്നെ സഹായിക്കുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. ആ സങ്കീർത്തനം നാം വായിക്കുകയാണെങ്കിൽ ഈ കർത്താവ് നമ്മുടെ സഹായിയാണ്. ഈ കർത്താവ് നമ്മുടെ ഏറ്റവും നല്ല സൂക്ഷിപ്പുകാരനാണ്. ഹീസ് അവർ കീപ്പർ. അതുപോലെ തന്നെ ഹീസ് അവർ ഹെൽപ്പർ, ഹീസ് അവർ പ്രിസർവേറ്റർ. അതായത് നമ്മെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കർത്താവ് അവൻ മാത്രമാണ്. ഈ അർത്ഥം വരുന്ന ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയ മകൾ അക്സ നമുക്കായി ആലപിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ.
നമുക്ക് നമ്മുടെ സഹായം വരുന്ന കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ശിഷ്ടകാലം കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മകൾക്ക് പാടുവാൻ ദൈവം കൃപ നൽകി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് കർത്തദാസൻ സന്തോഷ് നമുക്കായിട്ട് ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വെളിയങ്കോടുള്ള കർത്തദാസൻ സത്യദാസ് അവർകളാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. കർത്താവിനെ നോക്കിപ്പാർക്കുന്ന ഏവർക്കും വളരെയേറെ പ്രത്യാശയുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല. ആ പ്രത്യാശ എന്നുള്ളതോ നമ്മുടെ പ്രിയൻ നമ്മെ ചേർക്കുവാൻ മധ്യാകാശയെ കടന്നു വരുന്നു. അതെ, നമുക്കറിയാം, നമുക്ക് വേണ്ടി അവൻ ഭവനമൊരുക്കുവാൻ പോയിട്ടുള്ളതാണ്. ആ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും തന്നെ മക്കളായി ഈ ലോകത്തിൽ ഇല്ല. അതുതന്നെയാണ് പാട്ടുകാരന് പാടുവാനായിട്ട് ഉള്ളത്. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എൻ്റെ പ്രിയ നാഥ. പാടുകയാണ്. വിശുദ്ധഗണം സംഗമിക്കും പുണ്യദിനത്തിൽ ഏഴയാം ഞാൻ നിന്നരികിൽ നിന്നിടുമെന്ന്. സകല വിശുദ്ധന്മാരും സംഗമിക്കുന്ന ആ ദിനം ഞാനും എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്ന് അവനെ മഹത്വപ്പെടുത്തും, അവനെ ഉയർത്തും എന്നുള്ള അർത്ഥം വരുന്ന ഈ ഗാനം പ്രിയദാസൻ നമുക്കായി ആലപിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം നമുക്കായിരിക്കാം. ദൈവം സഹായിക്കട്ടെ. എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എൻ്റെ പ്രിയനാഥ. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എൻ്റെ പ്രിയനാഥ. എന്നുവരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണും എന്നാഥനേ. എന്നുവരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണും എന്നാഥനേ. രത്നങ്ങളാൽ നിർമ്മിതമാം പൊൻവീടതിൽ എത്തി വിശ്രമിച്ചിടുവാൻ വാഞ്ചിച്ചിടുന്നേ. രത്നങ്ങളാൽ നിർമ്മിതമാം പൊൻവീടതിൽ എത്തി വിശ്രമിച്ചിടുവാൻ വാഞ്ചിച്ചിടുന്നേ. ആ ഭാഗ്യനാളിനെ ഓർത്തു ഞാനിന്ന് ആമയം മറന്നു പാടി ആശ്വസിച്ചിടും. ആ ഭാഗ്യനാളിനെ ഓർത്തു ഞാനിന്ന് ആമയം മറന്നു പാടി ആശ്വസിച്ചിടും. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എൻ്റെ പ്രിയനാഥ. എന്നുവരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണും എന്നാഥനേ. എന്നുവരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണും എന്നാഥനേ.
വിശുദ്ധഗണം സംഗമിക്കും പുണ്യദിനത്തിൽ ഏഴയാം ഞാൻ നിന്നരികിൽ നിന്നിടുമെന്ന്. വിശുദ്ധഗണം സംഗമിക്കും പുണ്യദിനത്തിൽ ഏഴയാം ഞാൻ നിന്നരികിൽ നിന്നിടുമെന്ന്. എനിക്ക് വേണ്ടി പാടുകളേറ്റ നിന്നുള്ളിൽ കാണുമ്പോൾ വിസ്മിതാനേത്രനായി ഞാൻ നിന്നിടും. എനിക്ക് വേണ്ടി പാടുകളേറ്റ നിന്നുള്ളിൽ കാണുമ്പോൾ വിസ്മിതാനേത്രനായി ഞാൻ നിന്നിടും. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എൻ്റെ പ്രിയനാഥ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണും എന്നാഥനേ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണും എന്നാഥനേ. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എൻ്റെ പ്രിയനാഥ. നമ്മുടെ കർത്താവിൻ്റെ, നമ്മുടെ നാഥൻ്റെ വരവിനായിട്ട് നമുക്ക് നോക്കിപ്പാർക്കാം. ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരത്തിൽ പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും കഷ്ടത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഠിനമാം പാതകളിൽ കരുതലായി എൻ്റെ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. കർത്താവെ, ഇത് തന്നെയാണ് പാട്ടുകാരന് പറയുവാനായിട്ടുള്ളത്. കഠിനമാകുന്ന പാതയിൽ കരുതലായി കർത്താവെ നീ വരണമേ. കരുണയിൻ ഉറവാം യേശു മഹേശ, തരണമേ നിന്റെ കൃപകൾ. കർത്താവെ, നിന്റെ കൃപ ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ എനിക്ക് ജീവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രം മതി നമുക്ക് മുന്നോട്ട് ജീവിപ്പാനായിട്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും നടത്തിയവനാണ്, തുടർന്ന് നടത്തുവാൻ ശക്തനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ആശ്രിത വത്സലന യേശു മഹോന്നതനെ എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയ കർത്തൃദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവർ നമുക്കായി ആലപിക്കുന്നു. ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ. വത്സലനാ യേശു മഹോന്നതനേ, ആശ്രിത വത്സലനാ യേശു മഹോന്നതനേ, പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതി എന്നുമെന്നും, പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതി എന്നുമെന്നും. ആശ്രിത വത്സലനാ യേശു മഹോന്നതനേ.
തണലായിടും. പരനെ നിൻ തിരുപാദമണഭയം തരണമേ നിൻ കൃപകൾ. പരനെ നിൻ തിരുപാദമണഭയം തരണമേ നിൻ കൃപകൾ. ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ. ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ. കഠിനമപാതകളിൽ കരുതലായി നീ വരണേ. കഠിനമപാതകളിൽ കരുതലായി നീ വരണേ. കരുണയിൽ ഉറവാം യേശു മഹേശ തരണമേ നിൻ കൃപകൾ. കരുണയിലുറവാം യേശു മഹേശ തരണമേ നിൻ കൃപകൾ. ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ. ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ. ആശകൾ തീർത്തിടുവാൻ യേശുനാഥൻ വരാറായി. ആശകൾ തീർത്തിടുവാൻ വാനിൽ യേശുനാഥൻ വരാറായി. കാക്കളത്തിന് വിണ്ണിൽ കേട്ടിടും നാളിൽ കാണും ഞാൻ യേശുവിനെ. വിണ്ണിൽ കേട്ടിടും നാളിൽ കാണും ഞാൻ യേശുവിനെ. ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ. ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ. പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതിയെന്നുമെന്നും. പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതിയെന്നുമെന്നും. ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ. ആശ്രിതവത്സലനാ
നമ്മുടെ കർത്താവ് നമുക്കായി സഹിച്ച വ്യഥ അതെത്രയോ വലുതാണ്. ഇത് തന്നെയാണ് കർത്തൃദാസൻ KV സൈമൺ സാറിന് പാടുവാനായിട്ടുള്ളത്. ദേവസുധ വന്ദനം. നാശമകറ്റുവാൻ മാനുജരൂപിയായി കടന്നു വന്നവനെ, നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ സഹിച്ച വ്യഥ അതെത്രയോ വലുതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ ഈ ഗാനം കേൾക്കുമ്പോൾ ആ കാൽവറി ക്രൂശിങ്കിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. എൻ്റെ കർത്താവേ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അങ്ങ് എനിക്ക് വേണ്ടി അടിയേൽക്കപ്പെട്ടവനായി, നിന്ന സഹിക്കപ്പെട്ടവനായി, പോകുന്നവർ തലകുലുക്കി പരിഹസിക്കുന്ന നിലയിൽ ആയിത്തീർന്നവനായി അങ്ങ് തീർന്നല്ലോ. കർത്താവേ, ഞാൻ നന്ദി പറയുന്നു, ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ആശയം വരുന്ന ഗാനം പ്രിയ മകൾ അക്സ നമുക്കായി ആലപിക്കുന്നു. ദേവസുധ വന്ദനം എന്ന് തുടങ്ങുന്ന ഗാനം ശ്രദ്ധയോടെ നമുക്കായിരിക്കാൻ ദൈവം സഹായിക്കുമാറാകട്ടെ.
ഏതൊരു വിശ്വാസിയുടെയും വിലയേറിയ പ്രത്യാശയാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി കടന്നു വരും എന്നുള്ളത്. എന്നാൽ പാട്ടുകാരനെ ചോദിക്കുവാനായിട്ടുള്ളത്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വരവെങ്കിൽ പ്രത്യാശയോടുകൂടെ നോക്കി പാർക്കുന്നവരായിട്ടാണോ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്നുള്ളതാണ് പാട്ടുകാരനെ ചോദിപ്പാനായിട്ടുള്ളത്. ലക്ഷണങ്ങൾ ചുറ്റും കാണുന്നു. ജാതി ജാതിയോട് എതിർക്കുന്നു, സമാധാനമില്ലായ്മ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, ക്ഷാമം, പകർച്ചവ്യാധി ഇത്യാദി കാര്യങ്ങളാൽ ലോകം മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അന്ത്യനാളുകൾ ആയിത്തീർന്നിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതം ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ഈ ഗാനം കേൾക്കുമ്പോൾ ഒന്ന് പരിശോധിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രിയ കർത്തൃദാസൻ സന്തോഷ് സഹോദരൻ നമുക്കായി കർത്തൃകാഹളം വാനിൽ കേൾക്കാറായി കർത്തനേശു വന്നിടാറായി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു. ശ്രദ്ധാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കുമാറാകട്ടെ. കർത്തൃകാഹളം വാനിൽ കേൾക്കാറായി കർത്തനേശു വന്നിടറായി. ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? ലക്ഷണങ്ങൾ ചുറ്റും കാണുന്നു, ജാതി ജാതിയോട് എതിർത്തിടുന്നു. ലക്ഷണങ്ങൾ ചുറ്റും കാണുന്നു, ജാതി ജാതിയോട് എതിർത്തിടുന്നു. വ്യാധികൾ, മഹാപീഡകൾ അന്ത്യനാളിതായിടുന്നു. സോദരാ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്തൃകാഹളം വാനിൽ കേൾക്കാറായി കർത്തനേശു വന്നിടറായി. ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ?
നാട്ടിൽ കാണുകയില്ല. സോദരാ, ഒരുങ്ങിയിട്ടുണ്ടോ? കർത്തൃകാഹളം വാനിൽ കേൾക്കാറായി, കർത്തനേശു വന്നിടറായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? കർത്തൃകാഹളം വാനിൽ കേൾക്കാറായി, കർത്തനേശു വന്നിടറായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്കെല്ലാവർക്കും ഗാനങ്ങൾ ശ്രദ്ധിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസൻ നടത്തി വരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഈ എളിയവനായ എന്നെയും ക്ഷണിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ധാരാളമായി ഈ പ്രിയ പ്രവർത്തനത്തെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാരംഭമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ മധ്യത്തിൽ അധികം സമയമില്ല. ആയതിനാൽ ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 90-ാം സങ്കീർത്തനത്തിൽ നിന്ന് മോശയ്ക്ക് ലഭിച്ച 3 ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, 90-ാം സങ്കീർത്തനം ചില നാളുകൾ കൊണ്ട് എത്തിച്ചേരേണ്ടുന്ന കനാൻ നാട്ടിൽ ഏതാണ്ട് 40 വർഷം കൊണ്ട് അവിടെ എത്തുകയുണ്ടായി. നഷ്ടപ്പെട്ടു പോയ നാളുകളെ ഓർത്ത് ദുഃഖിച്ച് വിലപിച്ച് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. അതിൽ നാം കാണുന്നത് മോശയുടെ 3 ദർശനത്തെക്കുറിച്ചാണ്. ആദ്യത്തെ 1-2 വാക്യങ്ങൾ നാം വായിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ദർശനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ തന്നെ കുറിച്ചുള്ള ഒരു ദർശനമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 3 അതിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള ദർശനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 1 ദൈവത്തെക്കുറിച്ചുള്ള ദർശനം, 2 തന്നെക്കുറിച്ചുള്ള ദർശനം, 3 ഭാവിയെക്കുറിച്ചുള്ള ദർശനം. എന്നാൽ ഈ 3 ദർശനങ്ങളെക്കുറിച്ച് വളരെ വിശാലമായി നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുകയില്ല എങ്കിലും അല്പമായി ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 90-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നാം വായിക്കുന്നത്, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. 1 ദൈവത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ 2 കാര്യം ഈ മോശയ്ക്ക് ബോധ്യപ്പെടുകയാണ്. 1 നീ തലമുറയായി ഞങ്ങളുടെ ദൈവമാണ്. മോശയ്ക്ക് മനസ്സിലായ 1-ാമത്തെ വസ്തുത നീ നിത്യനായ ദൈവമാണ് എന്നുള്ളതാണ്. നീ തലമുറയായി ഞങ്ങളുടെ ദൈവമാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം തലമുറയായി സങ്കേതമായിരിക്കുന്ന നമ്മുടെ കർത്താവാണ്. യാതൊരു മാറ്റവുമില്ല. യോശുവയുടെ പുസ്തകം കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോശുവ തൻ്റെ കുടുംബത്തെ തന്നോട് ചേർത്ത് നിർത്തി താനൊരു തീരുമാനമെടുക്കുക. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള തീരുമാനമെടുക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? 23-ാം അധ്യായം 24-ാം അധ്യായം ഞാനും നിങ്ങളും വായിച്ചാൽ അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്. ഈ ജനത്തെ മുഴുവനായും, പ്രമാണികളെയും ഇസ്രായേൽ മൂപ്പന്മാരെയും ഒക്കെയും ശേഖേമിൽ കൂട്ടി
അവരെ മാത്രമല്ല സകല ഇസ്രായേൽ ജനത്തെയും ഈ ശേഖേമിൽ കൂട്ടിയിട്ട് യോശുവ പറയുകയാണ്, താൻ ഹോരേബ് മുതൽ, അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യുകയാണെന്നറിയാമോ, ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് യോശുവ പറയുകയാണ്, ഞാൻ ഈ ദൈവം ഈ തലമുറയായി നിങ്ങളുടെ സങ്കേതമാണ്. മാത്രമല്ല, നിങ്ങൾ ജാതികളായ ദൈവത്തെ സേവിക്കുന്നു എങ്കിൽ അവരുടെ ദൈവത്തെ സേവിക്കാം. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ ആ തീരുമാനമെടുത്തത്? തലമുറയായി യോശുവയുടെ ദൈവമാണ്, അല്ലെങ്കിൽ അബ്രഹാം മുതൽ ഇസ്ഹാക്ക്, യാക്കോബ് മുതൽ ഇങ്ങനെ തുടങ്ങിയുള്ള ദൈവമാണ്, അവൻ എന്നേക്കുമുള്ളവനാണ് എന്ന് യോശുവയ്ക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ യോശുവ പറയുക, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് മോശയ്ക്ക് പറയുവാനായിട്ടുള്ളത്. മോശ പറയുകയാണ്, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. മോശ പറയുകയാ, നീ ദൈവത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ പറയുക, നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ തലമുറയായി നീ ഞങ്ങളുടെ ദൈവമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ തലമുറയായി ദൈവമാണ് എന്നുള്ള വസ്തുത ദർശനം ആർക്ക് ലഭിച്ചു? മോശയ്ക്ക് ലഭിച്ചു. രണ്ടാമത് തനിക്ക് ലഭിച്ച ദർശനം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ദർശനം നമുക്ക് രണ്ടാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ രണ്ടാമത്തെ ലൈനാണ്, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു, നിത്യ ദൈവമാണ് എന്നുള്ള വസ്തുത ആര് പറയുകയാണ്? മോശ പറയുകയാണ്. നമുക്കറിയാം, നാം എല്ലാവരും നശ്വരമാണ്, പക്ഷേ നിത്യനായ ദൈവമുണ്ട് എന്നുള്ളത് മോശ മനസ്സിലാക്കിക്കൊണ്ട് പറയുക. ഇത് തന്നെയാണ് മോശയ്ക്ക് ലഭിച്ച ദർശനം. ഒന്ന്, നീ തലമുറയായി ദൈവമാണ്. രണ്ട്, നീ നിത്യ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. തീർന്നില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന്, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ കർത്താവ് എന്നേക്കുമുള്ളവനാണ്, അവൻ നിത്യനാണ്, നിത്യ ദൈവമാണ് എന്നുള്ള വസ്തുത ആര് പറയുകയാണ്? മോശ പറയുകയാണ്. രണ്ട് ദർശനമാണ് ദൈവത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ചത്. അതിൻ്റെ 1-ാം വാക്യത്തിലും 2-ാമത്തെ വാക്യത്തിലും അവിടെ വായിക്കുന്നത്, ഒന്ന്, നീ തലമുറയായും ഞങ്ങളുടെ സങ്കേതമാകുന്നു. രണ്ട്, നീ നിത്യദൈവമാണ്. ഇനി രണ്ടാമത്തെ ദർശനത്തിലേക്ക് കടന്നു വന്നാൽ, താൻ തന്നെ കുറിച്ച് തന്നെ ഉള്ള ദർശനം നമുക്ക് അതിൻ്റെ 90-ാം സങ്കീർത്തനം അതിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് ദർശിക്കുവാനായിട്ട് കഴിയും. തന്നെക്കുറിച്ച് തന്നെയുള്ള ദർശനം. അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ജീവിതം ഹ്രസ്വമാണ് എന്നുള്ള വസ്തുത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ കാണുന്നത് അങ്ങനെയാണ്. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. മതി. നാം വായിക്കുന്നത്, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അരിഞ്ഞ് വാടിപ്പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതം വളരെ ഹ്രസ്വമാണ്, അല്പമാത്രമാണ് എന്നുള്ള ദർശനം തനിക്ക് ലഭിക്കുകയാണ്. കർത്താവെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവെ, നീ അനാദി നിത്യദൈവമാണ്, നീ തലമുറയായി സങ്കേതമാണ്. എന്നാൽ ഞാനോ ഹ്രസ്വമായ ഒരു ജീവിതത്തിന്
ഉടമയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം അല്പനാളത്തേക്ക് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം നാം വായിക്കുന്നത് നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് എന്ന് ഒരു ചോദ്യമായിട്ടാണ്. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതെന്നാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ പിന്നീട് തുടരുന്നത് ഇങ്ങനെയാണ്: അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്നാണ് നമുക്കവിടെ കാണുന്നത്. നമ്മുടെ ജീവിതം അല്പനേരത്തേക്കുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ പലപ്പോഴും ആരോഗ്യമുണ്ട്, ബലമുണ്ട്, ശക്തിയുണ്ട് എന്നുള്ള ആ ചിന്തയിൽ പലതും കാട്ടിക്കൂട്ടുവാനായിട്ട് തത്രപ്പെടാറുണ്ട്. പക്ഷേ ദൈവവചനം പറയുകയാണ് അത് അല്പനേരത്തേക്കുള്ളതാണ്, അത് മറഞ്ഞു പോകുന്ന ആവിക്ക് സമം എന്ന് ദൈവവചനം പറയുകയാണ്. ദൈവമേ, നീ നിത്യനാണ്, പക്ഷെ എൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ അല്പകാലത്തിന് മാത്രമുള്ളതാണ്. 144-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ ഒരു ആശയമാണ് 144-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഒരു നിഴൽ പോലെ അത്രേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. കടന്നു പോകുന്ന നിഴൽ പോലെ അത്രേ. ആ നിഴല് അല്പനേരത്തേക്കേ ഉള്ളൂ. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ നിഴല് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അസ്തമിച്ചു കഴിയുമ്പോൾ അത് മാഞ്ഞുപോയി. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം അല്പകാലത്തേന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒന്ന് ഈ ലോകത്തിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കിയേ, എന്തുമാത്രം കാര്യങ്ങളാ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഈ ലോകത്തിൽ എനിക്ക് ബലമുണ്ട്, എൻ്റെ ആയുസ് മുന്നോട്ട് പോകുന്നുണ്ട്, എനിക്ക് എന്തും ചെയ്യാം, അതിനുള്ള തത്രപ്പാടിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ അല്ല, ദൈവവചനത്തിൽ മോശ തൻ്റെ ദർശനത്തിലൂടെ പറയുകയാണ്, അല്ലയോ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം ഹ്രസ്വമാണ്, എൻ്റെ മാത്രമല്ല സകലരുടെയും ജീവിതം ഹ്രസ്വമാണ് എന്നുള്ള വസ്തുത മോശ അവിടെ പ്രസ്താവിക്കുകയാണ്. എന്നാൽ ഒരു നഗ്നസത്യം ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം അല്പമാണ് എന്നുള്ള ചിന്തയിലല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ? 103-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. നമ്മുടെ ജീവിതം അത്രമാത്രമേ ഉള്ളൂ. ഒരു പൂ പൂക്കുന്ന ലാഘവത്തോടുകൂടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ഒന്ന് ഓർത്തു നോക്കിയേ, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, ഈ ഹ്രസ്വമായ, ഈ ലളിതമായ, അല്ലെങ്കിൽ ഈ അല്പമായ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്രയോ അരുതാത്തതാണ് എന്നുള്ള വസ്തുത ഒന്ന് മറന്നു പോകരുത്. ദൈവവചനം പറയുക വളരെ ഹ്രസ്വമായതാണ്. അത് ദൈവത്തോട് സമപ്പെടുത്തി പറയുമ്പോൾ, ദൈവമേ, നിന്റെ ജീവിതം, നീ നിത്യനായ ദൈവമാണ്, പക്ഷെ എൻ്റെ ജീവിതമോ അല്പകാലത്തേന് മാത്രം. ഒന്നാമത്, തനിക്ക് തന്നെക്കുറിച്ച് തന്നെ ലഭിച്ച ദർശനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം ഹ്രസ്വമാണ്. രണ്ടാമത്, മറ്റൊരു ദർശനം തനിക്ക് ലഭിച്ചു. അത് നമുക്ക് അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്നെക്കുറിച്ച് തനിക്ക് ലഭിച്ച, മോശയെക്കുറിച്ച് തനിക്ക് ലഭിച്ച രണ്ടാമത്തെ ദർശനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെയും നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെയും നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. മതി. അതിനെ ഒറ്റ ആശയത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞങ്ങളുടെ ജീവിതം എന്ത് നിറഞ്ഞതാണ്? പാപം നിറഞ്ഞതാണ്. അങ്ങനെയല്ലേ പറയുന്നത്? അവിടെ വായിക്കുന്നത് അതിൻ്റെ 8-9 വാക്യങ്ങളിൽ, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും അകൃത്യങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും, ഞാനും നിങ്ങളും ആരാണ്? പാപികളാണ് എന്നുള്ളത്. യാതൊരു മാറ്റവുമില്ല, എല്ലാവരും പാപികളാണ്. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മോശ തന്നെക്കുറിച്ച് തന്നെയുള്ള ദർശനത്തിൽ പറയുക, അയ്യോ, എൻ്റെ ജീവിതം വളരെ ലളിതമാണ്. ലളിതം മാത്രമല്ല, അത് പാപം നിറഞ്ഞതുകൂടെയാണ്.
ഈ പാപം നിറഞ്ഞതുകൂടെയാണെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോശ മാത്രമല്ല, സകല വ്യക്തികളും ആരൊക്കെ ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്നുവോ അവരെല്ലാവരും ആരാണ്? പാപികളാണ് എന്നുള്ള വസ്തുത ദൈവവചനം പറയുകയാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു. നമുക്കറിയാം അതെങ്ങനെ പാപം ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് പാപം? ദൈവം എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചുവോ അത് ചെയ്യാതെ ഇരിക്കുന്നത് പാപം. ദൈവം എന്ത് ചെയ്യരുത് എന്ന് കൽപ്പിച്ചോ അത് ചെയ്യുന്നത് പാപം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം കൽപ്പിച്ചിട്ടുള്ളതിന് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെ മോശയ്ക്ക് പറയുവാനായിട്ടുള്ളത്. അല്ലയോ, എൻ്റെ ജീവിതം ഹ്രസ്വമാണ്, അത് വളരെ അല്പകാലം മാത്രമേ ഉള്ളൂ, വളരെ നാളത്തേക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ജീവിതം പാപം നിറഞ്ഞതാണ് എന്നുള്ള വസ്തുത, എന്നുള്ള ദർശനം തനിക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു ദർശനം എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നുള്ള വസ്തുത മറന്നു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതം പാപമയമാണ്, പാപം നിറഞ്ഞതാണ്. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും എന്ത് ചെയ്തു? ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. നമുക്കറിയാം പാപം നിമിത്തം മരണം നമ്മളിൽ വാഴുകയാണ്. എല്ലാവരും പാപികളായി തീർന്നിരിക്കുന്നു, എല്ലാവരും മരണത്തിന് അധീനരാണ് എന്നുള്ള വസ്തുത ദൈവവചനം പറയുകയാണ്. എന്നാൽ ഈ പാപമയമായ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർക്ക് നമ്മെ വിടുവിക്കുവാനായിട്ട് കഴിയും? അപ്പോസ്തലനായ പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ പാപ ശരീരത്തിൽ നിന്ന് ആർക്കെന്നെ വിടുവിപ്പാനായിട്ട് കഴിയും? കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, ഈ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത പൗലോസ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഏക സത്യദൈവം മാത്രമേ ഉള്ളൂ. അവനിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരൊക്കെ രക്ഷിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല, മാറ്റമില്ല. ഇത് തന്നെയാണ് മോശ തൻ്റെ 3-ാമത്തെ ദർശനത്തിൽ പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ 3-ാമത്തെ ദർശനം, അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ ദർശനം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അവിടെ പറയുകയാണ്, എൻ്റെ നാളുകളെ എണ്ണുവാൻ. എൻ്റെ ജീവിതം ഹ്രസ്വമാണ്, അത് പാപം നിറഞ്ഞതാണ്. എന്നാൽ ഈ പാപം നിറഞ്ഞ ഹ്രസ്വമായ ജീവിതത്തിൽ എൻ്റെ കർത്താവേ, എൻ്റെ നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിപ്പാനായിട്ട് എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇതാണ് മോശയ്ക്ക് പറയുവാനായിട്ടുള്ളത്. തന്നെ കുറിച്ചുള്ള തൻ്റെ ദർശനം ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ നമ്മുടെ നാളുകളെ എണ്ണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അർത്ഥശൂന്യമാക്കി കളഞ്ഞ എത്രയെത്ര കാലങ്ങൾ, നമ്മുടെയൊക്കെ എത്രയെത്ര നാളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ വരും നാളുകളിൽ എൻ്റെ കർത്താവേ, എൻ്റെ നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിപ്പാനായിട്ട് എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാകട്ടെ നമ്മുടെയൊക്കെ ശിഷ്ടകാലം മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ദർശനം, തലമുറ തലമുറയായി നീ എൻ്റെ സങ്കേതമാകുന്നു. 2, നീ നിത്യനായ ദൈവമാണ്. തന്നെക്കുറിച്ചുള്ള തൻ്റെ ദർശനം. 1, കർത്താവേ, ഞാൻ പാപം നിറഞ്ഞവനാണ്, നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. 2, പാപം നിറഞ്ഞതാണ്. 3, അത് നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. 4ാമത് മറ്റൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, 4ാമതല്ല, അതിൻ്റെ 3ാമത്തെ ദർശനമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 3ാമത്തെ ദർശനം, അതിൽ 4 കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ 14ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ, അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 ദർശനങ്ങൾ നമുക്ക് കാണാം. 1, അതിൻ്റെ 14ാമത്തെ വാക്യത്തിൽ, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തരാക്കണമേ. കർത്താവേ,
നിന്റെ ദയ ഒന്ന് മാത്രം. ഈ നശ്വരമായ ലോകത്തിൽ, ഈ വളരെ ഹ്രസ്വമായ എൻ്റെ ജീവിതത്തിൽ, പാപമയമായ എൻ്റെ ജീവിതത്തിൽ നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവേ, നിന്റെ ദയ മാത്രം മതി. നമുക്കറിയാം, ദയ അതെത്രയോ വലുതാണ്. 103-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ ദയ വലുതായിരിക്കുന്നു. പാപമയമായിക്കൊള്ളട്ടെ, പാപമയമായ ജീവിതമായിക്കൊള്ളട്ടെ നാം ജീവിക്കുന്നത്, വളരെ ഹ്രസ്വമായ ജീവിതമാകട്ടെ നാം ജീവിക്കുന്നത്, എന്നാൽ നമുക്ക് നമ്മോട് ദയ കാണിക്കുന്ന ഒരു കർത്തനുണ്ട്, ഒരു നാഥനുണ്ട് എന്നുള്ള വസ്തുത മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ ഈ തൃപ്തിയില്ലാത്ത ലോകത്ത് തൃപ്തി വരുത്തുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവകൃപ, അവൻ്റെ ദയ. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ ദയയ്ക്കൊത്ത ഒരു ജീവിതം നയിപ്പാനായിട്ട് നമ്മെ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം നയിക്കാം. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചത് ഇങ്ങനെയാണ്, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തരാക്കണമേ. അത് മാത്രം മതി കർത്താവേ. ദുരിതമനുഭവിക്കുന്ന ജനത്തോട് കരുണ കാണിക്കുന്ന, സഹതാപം കാണിക്കുന്നതാണ് ദയ. ദുരിതമനുഭവിക്കുക ഞാനും നിങ്ങളും. എങ്ങനെയുള്ള ദുരിതം? പാപം നിറഞ്ഞ ജീവിതത്തിൽ ഉടമയായിരുന്നുകൊണ്ട് പാപമയമായ ജീവിതം നയിക്കുകയാണ്. എന്നാൽ ആ ജീവിതത്തിൽ എൻ്റെ കർത്താവേ, എന്നോട് സഹതാപം കാണിക്കുവാൻ എൻ്റെ കർത്താവിന് ഇടയായി തീരുന്നല്ലോ. ആ സഹതാപം നമ്മോട് കാണിപ്പാനായിട്ട് ഇടയായി തീർന്നത് മറ്റെങ്ങുമല്ല, കാൽവറിയുടെ ക്രൂശിലാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഗോൽഗോഥാ മലമുകളിൽ നമുക്ക് വേണ്ടി അടിയേൽക്കപ്പെട്ടവനായി, നിന്ന് സഹിക്കപ്പെട്ടവനായി, നമുക്ക് വേണ്ടി സകല വ്യഥയും സഹിക്കപ്പെട്ടവനായി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് അലറത്തക്ക നിലയിൽ നമ്മുടെ കർത്താവായി തീർന്നു. അതിൻ്റെ കാരണം നമ്മോട് ദയ കാണിപ്പാനായിട്ടായിരുന്നു, നമ്മോട് കരുണയും കൃപയും കാണിപ്പാനായിട്ടായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, എൻ്റെ കർത്താവേ, നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തണമേ. അവൻ നമ്മോട് ദയ കാണിച്ചപ്പോൾ കാൽവറി ക്രൂശിൽ തൻ്റെ ജീവൻ തന്നെ ത്യജിക്കേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം, എൻ്റെ കർത്താവേ, നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തണമേ. ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ ദർശനമാണ് ഇവിടെ ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ, നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തരാക്കണമേ. 2, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് 2-ാമത്തെ കാര്യം കാണുവാനായിട്ട് കഴിയും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. മതി. അവിടെ വായിക്കുന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. 1, ഭാവിയെക്കുറിച്ചുള്ള ദർശനം, എന്നെ തൃപ്തനാക്കണമേ, നിന്റെ ദയ കൊണ്ട് തൃപ്തനാക്കണമേ. 2, എന്നെ സന്തോഷിപ്പിക്കണമേ. അതിനെ ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുക, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ, നാളിതുവരെയും എനിക്ക് സന്തോഷമില്ല, പാപം നിറഞ്ഞ ജീവിതമായിരുന്നു, ഹ്രസ്വമായ ഒരു ജീവിതത്തിനുടമയാണ് ഞാൻ. അതെ, എൻ്റെ നാളുകളെ എണ്ണിക്കൊണ്ടാണ് എൻ്റെ ജീവിതം നയിക്കുന്നത്. അതിൽ എൻ്റെ കർത്താവേ, എനിക്ക് സന്തോഷം നൽകുവാൻ കഴിയുന്ന ഏക സത്യദൈവമേ ഉള്ളൂ. ആയതിനാൽ കർത്താവേ, എനിക്ക് സന്തോഷം നൽകണമേ എന്നുള്ളതാവട്ടെ പ്രാർത്ഥന. അവിടെ വായിക്കുന്നത് 15-ാമത്തെ വാക്യത്തിൽ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക്, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെയാകട്ടെ, എൻ്റെ കർത്താവേ, എന്നെയും യഥാസ്ഥാനപ്പെടുത്തണമേ. നമുക്കറിയാം, സന്തോഷിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ ഈ നാളുകൾ ക്രിസ്തുമസിൻ്റെ ദിവസമാണ്, നാളുകളാണ്. ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള എന്ത് ചെയ്തു, ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, സന്തോഷമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവ് വന്നു എന്നുള്ളതാ.
സന്തോഷത്തിന് കാരണം. അവൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ് സന്തോഷത്തിന് കാരണം. എൻ്റെ കർത്താവെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ, എൻ്റെ കർത്താവെ എന്നെ അങ്ങയോട് നിരപ്പിക്കണമേ, അങ്ങയോടുള്ള സന്തോഷത്തിൽ എന്നെ ആക്കി തീർക്കണമേ കർത്താവെ. ഇതാണ് സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഗാനങ്ങളിലൂടെ ആയാലും ഈ ലഘു സന്ദേശത്തിലൂടെ ആയാലും നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാകട്ടെ. ഈ ഹ്രസ്വമായ ജീവിതത്തിൽ, ഈ പാപം നിറഞ്ഞ ജീവിതത്തിൽ നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിക്കുമ്പോൾ, എൻ്റെ കർത്താവേ എന്നെ അങ്ങയോടൊന്ന് നിരപ്പിക്കണമേ, എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകണമേ. സന്തോഷം എന്ന് വെച്ചാൽ ഈ കർത്താവ് എപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ അപ്പോൾ നമുക്ക് സന്തോഷം കടന്നു വരും. നാം പാട്ട് കേട്ടല്ലോ, എന്ത് മാറ്റം എന്നെ ഉള്ളിൽ. കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എന്ത് മാറ്റം. സന്തോഷമില്ലാതിരുന്ന, സമാധാനമില്ലാതെ ഇരുന്ന, ജീവിതത്തിന് അർത്ഥമില്ലാതെ ഇരുന്ന ഒരു നാളുണ്ടായിരുന്നു. എന്നാൽ ആ നാളിൽ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആശയും നൽകി. അതിലുപരി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ നാളിതുവരെയും ഈ സന്തോഷത്തിന് ഉടമയായി തീർന്നിട്ടില്ല എങ്കിൽ, ഈ സമാധാനത്തിന് ഉടമയായി തീർന്നിട്ടില്ല എങ്കിൽ, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം വരും നാളുകളിൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. 1, ദൈവമേ നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തണമേ. 2, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, അർത്ഥാൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകണമേ. 3, അതിൻ്റെ 16-ാമത്തെ വാക്യം, നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. നീ ഏറ്റവും സ്തുത്യന. നീ തലമുറയായി ദൈവത്തെക്കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ നാം കണ്ടു, നീ തലമുറയായും സങ്കേതമാകുന്നു, നീ നിത്യദൈവമാകുന്നു. എന്നാൽ ആ നിത്യദൈവം സങ്കേതമായിട്ടുള്ള നമ്മുടെ കർത്താവെ നിന്റെ മഹത്വം എന്നെ ഒന്ന് വെളിപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, അവന്റെ മഹത്വം ദർശിച്ചവരാരും, അവനെ രുചിച്ചറിഞ്ഞവരാരും പിന്മാറിപ്പോകിയിട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് അവനെ രുചിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു, അവൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ദർശിച്ചപ്പോൾ അവനെ ഘോഷിക്കണം, അവനെ ഏത് വിധേനയും അവനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ചിന്തയോടെ നമുക്കറിയാം ഈ ശുശ്രൂഷകളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാകട്ടെ: എൻ്റെ കർത്താവേ, നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണമേ. നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരുമ്പോൾ തീർച്ചയായും അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീരും കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ നല്ല കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം കൊടുക്കുവാനും അവനു വേണ്ടി ജീവിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുന്നു. അവസാനമായി ഒരു കാര്യം കൂടെ, അതിൻ്റെ അവസാനത്തെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ഫാബിയെക്കുറിച്ചുള്ള ദർശനത്തിൽ നാം കാണുന്നത് അതിൻ്റെ അവസാനത്തെ കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അവസാനത്തെ പ്രാർത്ഥനയാണ്. മോശ ഭാവിയെക്കുറിച്ച് ദർശിക്കുമ്പോൾ, കർത്താവേ, നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മോശ പ്രാർത്ഥിക്കുക, എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ എനിക്ക് സാധ്യമാക്കി തരണമേ. പലപ്പോഴും നാം പരാജയത്തിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും നാം പല പ്രവൃത്തികളും ചെയ്യുമ്പോൾ അത് പരാജയമായി മാറാറുണ്ട്. എന്നാൽ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ നീ സാധ്യമാക്കി തരണമേ. ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു: ആരൊക്കെ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ആ പ്രവൃത്തിക്ക് വേണ്ടി തുനിഞ്ഞിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ പരാജയപ്പെടുകയില്ല, അവർ നിരാശപ്പെടുകയില്ല. എന്നാൽ ഈ കർത്താവിൻ്റെ ഹിതമറിയാതെ ഈ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് നിരാശയിലേക്ക് കൂപ്പുകുത്തുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ പറയുക, എൻ്റെ കർത്താവേ, നിന്റെ ഹിതമറിഞ്ഞ് അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, അത് സാധ്യമാക്കി തരുവാൻ അങ്ങയ്ക്ക് ഇഷ്ടം തോന്നണമേ. പ്രിയമുള്ളവരെ,
വരുന്ന ആളുകളിൽ നമുക്കറിയാം, ഈ കഷ്ടതയുടെയും ഈ വ്യാധിയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ നാളെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ: എൻ്റെ കർത്താവേ, എൻ്റെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന അപ്രകാരമായിരിക്കട്ടെ. തനിക്ക് ലഭിച്ച ദൈവത്തെക്കുറിച്ചുള്ള ദർശനം: ദൈവം തലമുറ തലമുറയായും എൻ്റെ സങ്കേതം. 2, അവൻ നിത്യദൈവം. തന്നെക്കുറിച്ച് മോശയ്ക്ക് ലഭിച്ച ദർശനം: എൻ്റെ ജീവിതം ഹ്രസ്വമാണ്, എൻ്റെ ജീവിതം പാപം നിറഞ്ഞതാണ്, എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഭാവിയെക്കുറിച്ച് തനിക്ക് ലഭിച്ച ദർശനം: കർത്താവേ, നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തണമേ. 2, എനിക്ക് സന്തോഷം നൽകണമേ, അർത്ഥാൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. 3, മഹത്വം, അങ്ങയുടെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തണമേ. 4, എൻ്റെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആരൊക്കെ അവൻ്റെ മഹത്വം കണ്ടുവോ അവരുടെ ആരുടെയും പ്രവൃത്തി എന്ത് ചെയ്തിട്ടില്ല? പരാജയപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ നാളിതുവരെ ആരൊക്കെ അവൻ്റെ മഹത്വം ദർശിച്ചിട്ടില്ലയോ, അവൻ്റെ ദയയിലേക്ക്, അവൻ്റെ സന്തോഷത്തിലേക്ക് നാളിതുവരെ ആരൊക്കെ കടന്നു വന്നിട്ടില്ലയോ, അവരുടെയൊക്കെ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ട്, അവരുടെയൊക്കെ പ്രവൃത്തികൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഈ കർത്താവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിച്ച് ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഈ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കാം. ഈ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിപ്പാൻ നാം ഒരു പുണ്യപ്രവൃത്തിയും ചെയ്യണ്ട, നാം ഒരു ദാനകർമ്മവും ചെയ്യണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, എൻ്റെ കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തെ കഴുകിക്കളയണമേ കർത്താവേ, അങ്ങൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ കർത്താവേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർ ദൈവമക്കളായി തീരും എന്നുള്ളതിന് സംശയമില്ല. അവർ ദൈവത്തിൻ്റെ മകനായി തീരും, മകളായി തീരും. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഭ മാറുന്നതല്ല, പുതിയ പാട്ട് പാടുന്നതല്ല, അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ നിന്ന് മറ്റൊരു സമുദായത്തിലേക്ക് പോകുന്നതല്ല, നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം വരുത്തുന്നതല്ല. എന്നാൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വരുന്ന ആളുകളിൽ അപ്രകാരത്തിൽ ജീവിപ്പാറായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കട്ടെ. നല്ല ഒരു ജീവിതത്തിനുടമയായി തീർന്നുകൊണ്ട്, ഈ ഹ്രസ്വമായ ജീവിതത്തിൽ നല്ലൊരു ജീവിതത്തിനുടമയായി തീർന്നുകൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട്, അവൻ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ പാടും. ഞാനെന്നും എൻ്റെ പ്രിയനെ പാടും, ഞാനെന്നും എൻ്റെ പ്രിയനെ വാഴും. ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ എൻ്റെ
പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം അതിൻ ആരംഭം, ക്ഷാമം ഭൂകമ്പം അതിൻ ആരംഭം. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. കളിന്നു ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റമാടുത്തായതെനിക്ക് എത്രയാനന്ദം. ഇന്നലെ കളിന്നു ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റമാടുത്തായതെനിക്ക് എത്രയാനന്ദം. എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ്റെ രക്ഷിതാവ് നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എൻ്റെ രക്ഷിതാവ് നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോകും. നിന്നെ തീർന്നു പോകും. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എൻ്റെ പ്രിയനെ, പാടും രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. കർത്താവിൻ്റെ മഹത്വം. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ ദൈവകൃപയാൽ ചെയ്തെടുക്കുവാൻ തക്കണം കർത്താവ് കൃപ നൽകിയതിനായി കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഒക്കെ ഒരു ഓർത്ത കാര്യം, ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവൻ ഇന്ന് സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നു, അവൻ വീണ്ടും വരും. ആ വലിയ സന്ദേശമാണ് ഇവിടെ കേൾപ്പിച്ചത്. ഇത് കേട്ട പ്രിയപ്പെട്ടവർക്ക് ആ നിലയിലേക്ക് കടന്നു വരുവാൻ തക്കം ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നുകൊണ്ട് ഈ
ഫേസ്ബുക്ക് പേജിലൂടെ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളുടെ നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കാനായി എത്തി ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ സുവിശേഷൻ സന്തോഷ് മാത്യു കൊട്ടാരക്കര, ഞങ്ങളുടെ പ്രിയ മകൾ അക്സ സന്തോഷ് കൊട്ടാരക്കര എന്നീ പ്രിയപ്പെട്ടവരുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ തുക്കണം കർത്താവ് അവർക്ക് കൃപ നൽകി. കർത്താവ് തുടർന്നും അവരെ എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നിയന്ത്രണം നിരിച്ച ദൈവസന്ദേശം അറിയിച്ച കർത്താവിൻ്റെ ദാസൻ സിജി വർഗീസ് കൊട്ടാരക്കര, ദേവദാസന്റെ സാന്നിധ്യവും ശുശ്രൂഷയും അനുഗ്രഹമായി തീർന്നു. കർത്തദാസനുള്ള നന്ദിയും അറിയിക്കുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കരയെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. താൻ നല്ല ഒരു കീബോർഡിസ്റ്റും അപ്പോൾ തന്നെ ഗായകനുമാണ്. തൻ്റെ ശുശ്രൂഷകൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ലഭിച്ചിട്ടുള്ളത് നന്ദിയോട് ഓർക്കുന്നു. തുടർന്നും ദൈവം തന്നെ എടുത്തുപയോഗിക്കട്ടെ. ഇന്നത്തെ ഇവിടുത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. പ്രിയ സഹോദരങ്ങളുടെ നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ച് ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹോദരൻ സുനിൽ കൊട്ടാരക്കര ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും ആ ശുശ്രൂഷ താൻ ചെയ്തു വരികയാണ്. പ്രിയപ്പെട്ടവനെ കർത്താവ് തുടർന്ന് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് ദാസനുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവിന് വെച്ചാൽ അടുത്ത ആഴ്ചയിൽ ഈ മാസത്തെ സ്പെഷ്യൽ പ്രോഗ്രാം ആയിരിക്കും നടത്തപ്പെടുന്നത്. അടുത്ത ആഴ്ചയിൽ നസറായൻ എന്ന പേരോടുകൂടിയ ഒരു പ്രോഗ്രാം നടക്കുന്നതായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചും അവൻ്റെ നിസ്തുലതയെ സംബന്ധിച്ചും വർണ്ണിക്കുന്ന ഗാനങ്ങളും സന്ദേശങ്ങളും കേൾക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളേവരും ആ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ പ്രാർത്ഥിപ്പാൻ ഒരു കൂടി അപേക്ഷിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവരുകൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ ശുശ്രൂഷയിൽ ഞങ്ങളെയും ക്ഷണിച്ച് ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങൾക്കും കൃപ തന്ന അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലൂടെ ഓർക്കാം, പങ്കെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനാണ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ചുരുക്കമായി ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പ്രാണപ്രിയനായ ഞങ്ങളുടെ കർത്താവിനോട് നന്ദി പറയുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാൻ കൃപ തന്നല്ലോ. സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രിയിലും വിളിച്ചറിയിക്കുവാൻ ഗാനങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ചെയ്യുന്ന ഈ ഇവങ്കലിയോൻ മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ആ വചനം ഇറങ്ങിച്ചെല്ലുവാൻ അവിടുന്ന് കൃപ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. അതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന, സഹായിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവം അവരെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രിയിലും ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരെ ദൈവം മേൽക്കുമേൽ അനുഗ്രഹിക്കണമേ. ദൈവം ശക്തിപ്പെടുത്തണമേ. ഇതിൻ്റെ ചുമതല വഹിച്ച പ്രിയ കർത്താവിന് വിലയേറിയ ദാസൻ, വചനം അറിയിച്ച ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതലായി കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ അദ്ദേഹത്തെയും കുടുംബമായി എടുത്തുപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കീബോർഡ് വായിച്ച പ്രിയ സഹോദരനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി വലിയത് തുടർന്നുള്ള നാളുകളിൽ ചെയ്യുവാൻ അവിടുത്തെ മകനെയും എടുത്ത് ശക്തമായി ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസന്മാരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ വചനം കേട്ട അടുത്തും അകലെയുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ ജീവിതത്തിൽ കർത്താവ് യഥാർത്ഥമായിട്ട് കടന്നു വരുവാൻ, മാനസാന്തരപ്പെടുവാൻ, കർത്താവിൻ്റെ വിളി കേൾക്കുവാൻ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി വിശ്വസിപ്പാൻ ഈ വചനത്തിലൂടെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട എല്ലാ മുഖാന്തരങ്ങളെയും കർത്താവ് ഒരുക്കണം. അതും ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി പിരിയുന്നു. പിരിയാത്തവനായി ഇവിടുന്ന് കൂടെയുണ്ടല്ലോ. തന്നെല്ലാ നന്മകൾക്കും സ്തോത്രം. സ്വർഗം സന്തോഷിക്കുന്നതിനായിട്ട് ഞങ്ങളോട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.